ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്നെങ്കിലും ഒരിക്കൽ ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? എത്ര കഷ്ടപ്പെട്ടിട്ടും, എത്ര ജോലി ചെയ്തിട്ടും, എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും സാമ്പത്തികമായി ഒരു കരകയറ്റവും ഉണ്ടാകുന്നില്ലല്ലോ. കുടുംബത്തിൽ ഒരു നേട്ടവുമില്ല. കടബാധ്യതകൾ ഒരു വശത്ത് കൂടി വരുന്നു. വരവിനേക്കാൾ കൂടുതൽ ചിലവുകൾ വീർപ്പ് മുട്ടിക്കുന്നു. നിങ്ങൾ വർഷങ്ങളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തിക അനുഗ്രഹങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരാതെ തടഞ്ഞു നിർത്തുന്നത് എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സാമ്പത്തിക തകർച്ചകൾ വരുമ്പോൾ നാം പലപ്പോഴും രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെയോ, നമ്മുടെ ജോലിയിലെ കുഴപ്പത്തെയോ, അല്ലെങ്കിൽ നമ്മുടെ നിർഭാഗ്യത്തെയോ ആണ് കുറ്റപ്പെടുത്താറുള്ളത്. എന്നാൽ യഥാർത്ഥ കാരണം ഇതൊന്നുമല്ലെങ്കിലോ? നിങ്ങളുടെ വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ നിങ്ങൾ എപ്പോഴും പറയുന്ന ചില വാക്കുകൾ, നിങ്ങളുടെ ഭവനത്തിൽ നാം നിരന്തരം നടത്തുന്ന പിറുപിറുപ്പുകളും പരാതികളുമാണ് ദൈവാനുഗ്രഹങ്ങളെ തടഞ്ഞു നിർത്തുന്ന ഒരു ആത്മീയ മതിൽ പണിയുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അതാണ് സത്യം. ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കേണ്ട നമ്മുടെ ഭവനത്തിൽ നിരന്തരമായ പരാതികളിലൂടെ നാം അസംതൃപ്തിയുടെ ഒരു അൾത്താരയാക്കി മാറ്റിയിരിക്കുകയാണ്. നന്ദി പറയേണ്ടതിന് പകരം എപ്പോഴും നെഗറ്റീവായ കാര്യങ്ങൾ മാത്രം സംസാരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളുടെ വാതിലുകൾ നാം തന്നെ കൊട്ടിയടയ്ക്കുകയാണ്. തിരുവചനം നമുക്ക് വലിയ സമൃദ്ധി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്നാൽ അനേകം കുടുംബങ്ങൾ ഇന്നും വലിയൊരു സാമ്പത്തിക വരൾച്ചയിലൂടെ കടന്നു പോകാൻ കാരണം അവരുടെ ഭവനങ്ങളിലെ അന്തരീക്ഷം പ്രാർത്ഥനകൾക്ക് പകരം പരാതികളും പരിഭവങ്ങളും നിറഞ്ഞതാണ് എന്നതാണ് സത്യം. ഈ പിറുപിറുപ്പ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക അടിത്തറ തോണ്ടുന്ന നിശബ്ദനായ ഒരു കൊലയാളിയാണ്. നിങ്ങളുടെ കുടുംബത്തിലേക്ക് ദൈവത്തിൻ്റെ സമൃദ്ധി ഒഴുകിയിറങ്ങണമെങ്കിൽ ഈ വാക്കുകളുടെ തടസ്സങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ പൊളിച്ചു മാറ്റണം. അത് എങ്ങനെ സാധിക്കുമെന്ന് ഈ വീഡിയോയിലൂടെ നാം വ്യക്തമായി മനസ്സിലാക്കാൻ പോവുകയാണ്. വളരെ ശ്രദ്ധയോടെ ഹൃദയം തുറന്ന് ഇത് കേൾക്കുക. ഈ വലിയ ആത്മീയ രഹസ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് സാമ്പത്തിക തകർച്ചകളിൽ നിന്നും മോചനം നേടി ദൈവാനുഗ്രഹം ആഗ്രഹിക്കുന്നവർ സകലരും താഴെ കമൻറ്റ് ബോക്സിൽ വലിയൊരു വിശ്വാസത്തോടെ ഇപ്രകാരം ഒന്ന് എഴുതുക: കർത്താവെ, എൻ്റെ ഭവനത്തിലെ സകല പരാതികളും മാറ്റി അവിടുത്തെ അത്ഭുതങ്ങൾക്കായി നന്ദിയുടെ വലിയ വാതിലുകൾ ഞാൻ തുറക്കുന്നു. നിങ്ങളുടെ ഈ ചെറിയ പ്രാർത്ഥന വെറുമൊരു എഴുത്തല്ല, മറിച്ച് നിങ്ങളുടെ കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാനും അടഞ്ഞുകിടക്കുന്ന സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കാനുള്ള വലിയൊരു താക്കോലായി ഇത് മാറും. 1. സ്വീകരണ മുറിയിലെ അദൃശ്യമായ തടസ്സങ്ങൾ. നമ്മുടെ ഭവനങ്ങളിൽ നാം പറയുന്ന വാക്കുകൾ എങ്ങനെയാണ് സാമ്പത്തിക അനുഗ്രഹങ്ങളെ തടയുന്നത് എന്ന് നമുക്ക് ആഴത്തിൽ ചിന്തിക്കാം. എപ്പോഴും ഇല്ലായ്മകളെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു ദാരിദ്ര്യത്തിൻ്റെ ഭാഷ നമ്മളിൽ പലർക്കുമുണ്ട്. നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മുടെ കുടുംബത്തിൽ എപ്പോഴും കഷ്ടപ്പാടാണ്. എത്ര പണമുണ്ടാക്കിയാലും ഒന്നിനും തികയില്ല എന്ന് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. സഹോദരങ്ങളെ, ഇത്തരം വാക്കുകൾ സ്വർഗീയ അനുഗ്രഹങ്ങൾക്ക് നേരെയുള്ള ഒരു വിലക്കായി മാറുകയാണ് ചെയ്യുന്നത്. വചനം പറയുന്നത് നോക്കൂ: സ്വന്തം അധരങ്ങളെയും നാവിനെയും നിയന്ത്രിക്കുന്നവൻ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നു. നിങ്ങളുടെ നാവിലൂടെ പുറത്തു വരുന്ന ഓരോ നെഗറ്റീവ് വാക്കുകളും സാമ്പത്തിക തകർച്ചയിലേക്കുള്ള ഒരു ക്ഷണക്കത്താണ്. പഴയ നിയമത്തിൽ യേശു ഇസ്രായേൽ ജനത്തെ അടിമത്തത്തിൽ നിന്ന് വളരെ അത്ഭുതകരമായി വിടുവിച്ചത് നാം വായിക്കുന്നുണ്ട്. ചെങ്കടൽ പിളർന്ന് ദൈവം അവർക്ക് വഴിയൊരുക്കി. വെറും 11 ദിവസം കൊണ്ട് വാഗ്ദത്ത ഭൂമിയിൽ എത്തേണ്ടവരായിരുന്നു അവർ. എന്നാൽ അവർക്കെന്താണ് സംഭവിച്ചത്? മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ അവർ നിരന്തരം ദൈവത്തോട് പിറുപിറുക്കുകയും പരാതി പറയുകയും ചെയ്തു. സംഖ്യാപുസ്തകം 11:1 നമ്മൾ വായിക്കുന്നു: കർത്താവിനെ അനിഷ്ടമാകത്തക്ക വിധം ജനം പിറുപിറുത്തു. അത് കേട്ടപ്പോൾ കർത്താവിന് കോപം ജ്വലിച്ചു. അവിടുത്തെ അഗ്നി അവരുടെ ഇടയിൽ പടർന്നു കത്തി. ശത്രുക്കളല്ല ഇസ്രായേൽ ജനത്തെ വാഗ്ദത്ത ഭൂമിയിൽ നിന്ന് അകറ്റിയത്, അവരുടെ തന്നെ നാവിലെ പിറുപിറുപ്പുകളാണ്. അതുപോലെ തന്നെയാണ് ഇന്ന് നമ്മുടെ കുടുംബങ്ങളും. ദൈവം നിങ്ങൾക്ക് തരാനിരിക്കുന്ന സാമ്പത്തിക അനുഗ്രഹങ്ങളെ വാഗ്ദത്ത ഭൂമിയും നിങ്ങളുടെ ഭവനവും തമ്മിലുള്ള അകലം കുറയ്ക്കുന്നത് നിങ്ങളുടെ നന്ദി നിറഞ്ഞ പ്രാർത്ഥനകളാണ്.
എന്നാൽ അതിനെ ഇല്ലാതെയാക്കുന്നത് നിങ്ങളുടെ നാവിൽ നിന്ന് വരുന്ന നിരന്തരമായ പരാതികളാണ്. നിങ്ങളുടെ വീട്ടിലെ സമാധാനപരമായ അന്തരീക്ഷമാണ് ദൈവാനുഗ്രഹങ്ങളെ നിങ്ങളുടെ വീട്ടിലേക്ക് ആകർഷിക്കുന്നത്. അതാണ് ആകർഷണത്തിൻ്റെ വലിയൊരു കാന്തം എന്ന് തിരിച്ചറിയണം. 2. അസംതൃപ്തിയുടെ അൾത്താര പൊളിച്ചു മാറ്റുക. ഭവനങ്ങളെ നാം എങ്ങനെയാണ് പരാതികളുടെ ഒരു അൾത്താരയാക്കി മാറ്റുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്നത്തെ കാലത്ത് ഈ പരാതികളുടെ പ്രധാന കാരണം മറ്റുള്ളവരുമായുള്ള താരതമ്യമാണ്. നാം നമ്മുടെ മൊബൈൽ ഫോണുകളിൽ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ മറ്റുള്ളവരുടെ വലിയ വീടുകളും പുതിയ വാഹനങ്ങളും അവരുടെ സന്തോഷകരമായ യാത്രകളും കാണുന്നു. അത് കാണുമ്പോൾ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ചെറിയ വീടിനെയും നമ്മൾ അനുഭവിക്കുന്ന നന്മകളെയും കുറിച്ച് നമ്മൾക്ക് പുച്ഛം തോന്നുന്നു. യാക്കോബ് 3:10 വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഇത് ഉചിതമല്ല. പള്ളിയിൽ പോയി ദൈവത്തെ സ്തുതിക്കുന്ന അതേ നാവുകൊണ്ട് വീട്ടിൽ വന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തെ ശപിക്കുകയാണ്. അതുപോലെ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ വീടുകളിലെ ഭക്ഷണ മേശയെക്കുറിച്ചാണ്. കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന മേശകൾ സ്നേഹം പങ്കുവയ്ക്കാനുള്ളതാണ്. എന്നാൽ പലപ്പോഴും മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയാനും ജോലി സ്ഥലത്തെ പരാതികൾ പറയാനും ഉള്ള ഭക്ഷണത്തിൻ്റെ കുറവ് പറയാനുള്ള ഒരു വേദിയായി നാം അതിനെ മാറ്റാറുണ്ട്. അധ്വാനിച്ച് തളർന്നു വരുന്ന ഭാര്യയോടോ ഭർത്താവിനോടോ എപ്പോഴും പരാതികൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ കുടുംബത്തിൽ എങ്ങനെയാണ് സമാധാനമുണ്ടാവുക? 1 തീമോഥെയോസ് 6:6 പറയുന്നു, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. ദൈവം നിങ്ങൾക്ക് ഇതുവരെ നൽകിയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ പരാതികൾ പറയുമ്പോൾ കൂടുതൽ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ നിങ്ങൾ ഇതുവരെ പാകപ്പെട്ടിട്ടില്ല എന്നാണ് സൃഷ്ടാവായ ദൈവത്തോട് നിങ്ങൾ പറയുന്നത്. അസംതൃപ്തി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഹൃദയത്തിലേക്ക് സമൃദ്ധിയുടെ പുതിയ അനുഗ്രഹങ്ങൾ പകരാൻ ദൈവത്തിന് കഴിയില്ല എന്ന വലിയ സത്യം നാം മനസ്സിലാക്കണം. 3. നന്ദി പറയുന്നതിലൂടെ സ്വർഗം തുറക്കപ്പെടുന്നു. നമ്മുടെ സാമ്പത്തിക തകർച്ചകൾ മാറ്റി ദൈവാനുഗ്രഹം കൊണ്ടുവരാൻ നാം ഇനി എന്തു ചെയ്യണമെന്ന് നോക്കാം. ഈ ശാപത്തെ എങ്ങനെ നമുക്ക് അനുഗ്രഹമാക്കി മാറ്റാം? ആദ്യമായി ചെയ്യേണ്ടത് ഒരു പരാതികളുടെ ഉപവാസം എടുക്കുക എന്നതാണ്. ആഹാരം ഉപേക്ഷിക്കുന്ന ഉപവാസം പോലെ തന്നെ ഇതും ഒരു പ്രധാനപ്പെട്ട ഉപവാസമാണ്. വാക്കുകൾ കൊണ്ടുള്ള ഈ ഉപവാസം, ഇന്നു മുതൽ എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ കുറവുകളെക്കുറിച്ച് പരാതി പറയില്ല എന്നുള്ള ഒരു ശക്തമായ തീരുമാനം എടുക്കുക. പകരം എത്ര ചെറിയ കാര്യമാണെങ്കിലും അതിന് ദൈവത്തോട് നന്ദി പറയാൻ പഠിക്കുക. വചനം പറയുന്നു, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രത്തോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. ഈ കൃതജ്ഞത നിങ്ങളുടെ വീട്ടിലെ ആത്മീയ അന്തരീക്ഷത്തെ മാറ്റും. നമ്മുടെ ഇല്ലായ്മകളെ നോക്കി ദൈവത്തിനോട് പരാതി പറയാതെ ആ സമയം ദൈവത്തെ സ്തുതിക്കുക. നമ്മുടെ ചെറിയ നേട്ടങ്ങളിൽ വരെ ദൈവത്തെ സ്തുതിക്കുക. ഈ കേട്ട വചനത്തിലൂടെ ദൈവം നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമേൻ.